മാരെല്ലാവരും കൂടി നമുക്ക് വരുത്താട്ടുണ്ട്. പിന്നെ ഈ ടാങ്കിൽ കണ്ടില്ല, ഒരു പരീക്ഷണം ഞാൻ നിർത്തിയിട്ട് വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ ഇതിന് സെയിൽ ചെയ്യാനായിട്ടുള്ളതാണ്. നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ പറ്റി എന്താ കോളറും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള വിഷയം എടുക്കുന്നുണ്ട്. ടാങ്കിലെ കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട, ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇട്ടാലാണ് ആ വിഷയം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, അതേപോലെ തന്നെ ഓൺലൈനിലൊന്നും ഉണ്ടായിരുന്നില്ല. വാട്സപ്പിൽ കൊറിയർ അയക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സംഗതി വേറെ ഒന്നുമല്ല, എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയതാണ്. കയറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി. വണ്ടി കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ തൊട്ടപ്പോൾ ഫുള്ള് പണി. ഏകദേശം വാങ്ങിയിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതുവരെ വലിയ പണികളൊന്നും വന്നിട്ട് പണികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, വണ്ടി തട്ടലും മുട്ടലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആകെ ഫുള്ള് കിറ്റൊക്കെ പൊട്ടി പാളിയിരിക്കായിരുന്നു. അപ്പോൾ അത് കാരണം കയറ്റിയതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ വന്നിരുന്ന് നിങ്ങളുടെ ഓർഡർ പിടിച്ചിട്ട് എനിക്ക് കൊറിയർ കൊണ്ടു കൊടുക്കണമെങ്കിൽ എൻ്റെ സ്കൂട്ടർ വേണം. ഞാൻ എപ്പോഴും കൊറിയർ കൊണ്ടു കൊടുക്കുക ഈവനിങ് ഒരു 5 കഴിഞ്ഞാൽ മാത്രമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് കൊറിയർ കൊണ്ടു കൊടുത്താൽ നമുക്ക് പറ്റുള്ളൂ. കാരണം വെയിൽ നോക്കണം, മഴ നോക്കണം, ആ സമയത്താണ് ചെയ്യാറ്. കാരണം എപ്പോഴും സേഫ് ആ ടൈമാണ്. ആ സമയത്ത് നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവരുടെ പീക്ക് ടൈമല്ല, അവർക്ക് ഓട്ടം കൂടുതൽ. അതായത് ആൾക്കാർ ജോലി കഴിഞ്ഞ് വന്നിട്ടും ആൾക്കാർ ഈ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് അവരെ വിളിക്കണതും ഈ പലചരക്കടയ്ക്കും റേഷൻ കടയ്ക്കും അതായത് ഓട്ടോക്കാരുടെ പീക്ക് ടൈമാണ് ആ സമയം. 5 മണി 6 മണി സമയമൊക്കെ. ആ സമയത്ത് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഒരു 4-5 ആളിനെ വിളിച്ചാൽ പോലും കിട്ടില്ല. അവരെ ഓരോ ഓട്ടത്തിലായിരിക്കും. സ്കൂൾ വാടക, ഡോക്ടറെ അടുത്തേക്ക് പോയി അങ്ങോട്ട് പോയി അവരുടെ മട്ടില്ല. അവർക്ക് അവരുടെ അതായത് ഇപ്പോൾ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക ചിലപ്പോൾ ഒരു 200 രൂപയ്ക്ക് കിട്ടുള്ളൂ. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ വലിയ വാടകളൊക്കെ വിളിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ 200, 300, 400, 500 എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് വാങ്ങാം. അപ്പോൾ ഓട്ടോക്കാരന് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ സ്കൂട്ടറും പിന്നെയാണ് നമുക്ക് കൊറിയർ കൂടുതലുള്ള ദിവസവും കുറവുള്ള ദിവസവും എത്ര ഉണ്ടെങ്കിലും നമ്മൾ കൊണ്ടു കൊടുത്തോളുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയില്ല. അപ്പോൾ നിങ്ങളിൽ ഞാൻ കാശ് വാങ്ങി വെച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വിഷ്ണു അയക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുള്ള കാര്യമല്ല. മിണ്ടാണ്ട് കിട്ടിയ അവിടെ പപ്പൂസ് അവളെ അയച്ചിടാൻ വേണ്ടിയിട്ട് കുറയ്ക്കാനതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യാണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ സെയിൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ബൾക്ക് എന്ന് പറയാനില്ല, സ്നേക്കഡ്സ് കുറച്ച് ബൾക്കായിട്ട് സ്നേക്ക് എടുക്കുന്നുണ്ട്, കുറേ വെറൈറ്റികൾ. അപ്പോൾ അവരിനൊക്കെ നമുക്ക് സെയിലാക്കാനുള്ളതാണ്. സ്നേക്കഡ്സ് മാത്രമാക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് സ്നേക്കഡ്സ് ഇപ്പോൾ അത്യാവശ്യം എടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മെല്ലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു കൊളാപ്സിലാണ് ഞാൻ ഇപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടയിൽ 1-2 ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, റിക്കവറാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. വണ്ടി കിട്ടാത്തതിൻ്റെ പോയതിൽ മാത്രമാണ് ഞാൻ കൊറിയറിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ മീനിൻ്റെ സെയിലൊന്ന് കുറയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത് വേറൊന്നുമല്ല. ഇപ്പോൾ കൊറിയറുള്ള ദിവസം അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ ഡേ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കസ്റ്റമേഴ്സിനൊക്കെ മെസ്സേജ് എടുക്കുമ്പോൾ 1 മണി 2 മണിയാവും. അതേപോലെ തന്നെ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല. എൻ്റെ സെൽഫ് കെയറിങ്, അതായത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫുഡ് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിനും അതായത് സിനിമ ഇറങ്ങിയാൽ പോലും പുതിയത് കാണാൻ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ലൈഫ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്താ പറയുക മൊക്കത്തൊക്കെ ഒന്ന് ഒഴിവാക്കല്ല, എല്ലാം ബാലൻസ് ആയിട്ട് ഹാഫ് യൂട്യൂബ് ഹാഫ് ഫിഷിൻ്റെ സെയിൽ ആ രീതിക്ക് പോകാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചതിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മൾ അപ്ഡേഷൻസ് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല ഗൈസ്. നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്കൊരു വയ്യായ ഒന്നും, അതിൻ്റെ ഇടയിൽ വണ്ടി കംപ്ലൈൻ്റ് ആയി. വണ്ടിക്ക് ഏകദേശം നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അല്ല നോർമലാണ് ഇപ്പോഴത്തെ വണ്ടികൾക്കുള്ള അങ്ങനത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരില്ല ഏകദേശം. പിന്നെ ഈ ടാങ്കിൽ കണ്ടില്ല, ഒരു പരീക്ഷണം ഞാൻ നിർത്തിയിട്ട് വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ ഈ എന്തിനാ പറയുക, മധുരക്കിഴങ്ങാണ്, ഷുഗർ പൊട്ടാറ്റോ അങ്ങനെയല്ല പറയുക, അല്ല സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ അത് ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. ഞാൻ ഏതൊരു റീലിൽ കണ്ടു, ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരുന്നു. പണ്ട് കണ്ടതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊരു മധുരക്കിഴങ്ങ് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ അതെടുത്ത് ജസ്റ്റ് വെച്ച് കൊടുത്തുണ്ടാകണ്ടില്ല, അത് മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുളച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്ക് കാണാനായിട്ട് അടിപൊളിയായിരിക്കും. ഈ ടാങ്കിൽ കണ്ടില്ലേ ഫീഡിങ് ഫിഷോട് ഇടുന്ന് ഓടി നടക്കുന്നത്. കുറച്ചല്ലോട്ടോ, അധികമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം കയറി എടുക്കുന്നതുകൊണ്ട് പാടത്ത് നമുക്ക് പൊടി മീനൊന്നും പണ്ടത്തെ പോലെ കിട്ടാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയ്ക്ക് തന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി മെല്ലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ള മീനുകളുടെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാട്ടോ. അപ്പോൾ നമ്മൾ സെയിലിനായിട്ടുള്ള മീനുകളെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ അതായത് സെയിലിനല്ലാണ്ട് കുറച്ച് മീനുകളോട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള മീനുകളുടെയും അതേപോലെ തന്നെ അവരുടെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. എല്ലാവരും പ്രശ്നമാണ് പ്രൈസ് പറയണില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രൈസ് പറഞ്ഞിട്ട് എനിക്ക് വേറൊരു കാര്യം പറയുള്ളൂ, എൻ്റെ വില കൂടുതലാണെന്ന് തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നിന്ന് വാങ്ങേണ്ട, വില കുറവിന് എവിടെ നിന്ന് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കോ. പിന്നെ ക്വാളിറ്റിയും കമ്പയർ ചെയ്യാൻ നിൽക്കട്ടെ, കമ്പയർ ചെയ്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണമെന്നില്ല, ഒക്കെ അവരോരുത്തരുടെ ഇഷ്ടമല്ലേ, എന്താ ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ ഉള്ള മീനുകളുടെ പ്രൈസ് ഞാൻ പറയാം, താല്പര്യമുള്ള ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോ, ഒക്കെ എത്ര പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീനുകളുടെ പ്രൈസ് നോക്കാം. അതായത് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റ് പ്രൈസിനാണ് ഞാനിപ്പോൾ മീനുകളൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൈസ് കേട്ടിട്ട് നിങ്ങൾ പറയും പ്രൈസ് കുറവാണോ കൂടുതലാണോ നോർമലാണോ എന്നുള്ള കാര്യം. എന്തായാലും നോർമൽ അല്ലെങ്കിൽ
കുഴപ്പമില്ലാത്തൊരു പ്രൈസ് അത്രേ പറയാൻ പറ്റുള്ളൂ. ഹൈ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങി കുറച്ച് കാലമുണ്ട്. അപ്പോൾ അറിയാം മൊത്തത്തിലെങ്കിലും എല്ലായിടത്തും റേറ്റ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ സ്വർണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ പുൾച്ചറയാണ്. ഗോൾഡൻ പുൾച്ചർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഗോൾഡൻ പുൾച്ചറാന്നല്ല, സാൻഡിക് പുൾച്ചറാന്നാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഫേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇത് വലുതായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിന്നൊക്കെ നല്ല രസമായിരിക്കും, സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഫിന്നും കാര്യങ്ങളൊക്കെ വരിക കണ്ടില്ലേ. ഏകദേശം ഒരു 4 to 5 ഇഞ്ച് സൈസുള്ള ഗോൾഡൻ പുൾച്ചറുകളാണ് നമ്മുടെ കയ്യിൽ എടുക്കുന്നത്. ഇവന്മാരൊക്കെ സെറ്റായിട്ടുള്ള നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അതാ കണ്ടില്ലേ കൈൻ്റെ അടുത്തേക്കൊക്കെ വരുന്നത് ഗോൾഡൻ പുൾച്ചറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് പീസ് 950 ആണ്. സൈസ് നിങ്ങൾ നോക്കണം, 3 ഇഞ്ച് അങ്ങനത്തെ സൈസ് ഒന്നല്ല, 4 to 5 ഇഞ്ചാണ് സൈസ്. അപ്പോൾ അതിൻ്റെ പ്രൈസാണ് പറഞ്ഞത് പീസ് 950. അതേപോലെ തന്നെ ഈ പുലിവാഹകൾ നമുക്ക് കൊടുക്കാനുള്ളതല്ല, ഇവന്മാരും സൈസ് ആക്കാനായിട്ടാണ് കേട്ടോ. ഇവർ 3 കിങ്സാണ്, അതായത് ഒരെണ്ണം ഇതിൽ ഡെഡ് ആയി പോവും, അത് ഉറപ്പാണ്. അതായത് ഈ കാണുന്ന ഫിഷ് ഇത് ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അത് ഡെഡ് ആയി പോവും, അത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഇവർ രണ്ടാളിനെ നമുക്ക് എന്തായാലും സേഫായി കിട്ടും, ഇവനും അതേപോലെ തന്നെ ഇവനും നമുക്ക് എന്തായാലും സേഫായിട്ട് കിട്ടും, ആ കാര്യത്തിലൊരു ഗ്യാരണ്ടി ഉണ്ട്. ശിവൻ്റെ കേസ് നമുക്ക് വലിയ പിടുത്തില്ല, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ ഇവന്മാർ പിടിച്ച് കടിച്ചതായിരിക്കാം, അറിയില്ല. എന്തായാലും ഇവരെ കൊടുക്കാനുള്ളതല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിന് നമ്മൾ തരാനായിട്ട് പോകുന്ന ഫിഷ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ചെന്ന സ്റ്റുവർട്ടിയാണ് കേട്ടോ. ഇവരെ ഞാൻ പിടിച്ചിട്ടൊന്നും കാട്ടിയില്ല, ജസ്റ്റ് സൈഡ് വ്യൂ കാട്ടിത്തരാം. നല്ല സൈസുള്ള ഫിഷാണ് കേട്ടോ. എൻ്റെ കൈപ്പത്തി വെച്ച് കാട്ടിത്തരണ്ട, കൈപ്പത്തിയുടെ അത്രയ്ക്ക് വലിപ്പമുള്ള ചെന്ന സ്റ്റുവർട്ടി. ഫോക്കസ് ആവണില്ലേ ഗൈസ്. പിന്നെ ഞാൻ മെസ്സേജ് അയക്കാണ്ടിരുന്നപ്പോൾ ഒരു ഗുണമുണ്ടായി, ഈ ഫിഷൊക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഇപ്പോൾ മാതിരി പക്ക കണ്ടീഷൻ ഉണ്ടായി ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നല്ല ചെമ്മീനൊക്കെ കൊടുത്തു അടിപൊളിയായിട്ട് അവന്മാർ എടുക്കുന്നുണ്ട്. കുറച്ച് പീസുള്ളൂ ചെന്ന സ്റ്റുവർട്ടി കേട്ടോ. സ്റ്റുവർട്ടി ഇത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാണ്ടാവില്ല, ഇതിലൊരെണ്ണത്തിനെയും കാട്ടിത്തരാം. ഇത് നമ്മൾ പേഴ്സണൽ കീപ്പിങ്ങിന് വേണ്ടി മാറ്റിയിട്ടുള്ള സ്റ്റുവർട്ടിയാണ് കേട്ടോ. ഇവരൊന്നും കൊടുക്കാനുള്ളതല്ല, ആ ടാങ്കിലായിട്ട് തന്നെയാണ് കൊടുക്കാനുള്ളത്. ഇതാണ് ചെന്ന സ്റ്റുവർട്ടി വരുന്നത്. പീസ് 500 ആണ് റേറ്റ് വരുന്നുള്ളൂ. ഏകദേശം 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ സൈസ് വരുന്നതിനാണ് നമ്മൾ പീസ് 500 കൊടുക്കണത് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയാണ്, കുഴപ്പമില്ലാത്ത ഫിഷാണ്. അതേപോലെ തന്നെ റെഡ് മാറും നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ്റെ വാല് എവിടെയാണ് എനിക്കൊരു പിടുത്തില്ല, അത് കട്ട് ചെയ്ത് കണ്ട് കളഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റത്തെ 1-2 പീസ് വയ്ക്കാൻ പോകുന്ന പ്രശ്നമാണ്. പിന്നെ ഇത് പണ്ടന്നെ വാലില്ലാണ്ട് വന്നൊരു ഫിഷാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് അറിയില്ല. 1900 പീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റെഡ് മെറു, അപ്പോൾ അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ള 2 പീസാണ്. ഇവന് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് 700 ആണ്. ഏകദേശം ഒരു 4 ഇഞ്ച് സൈസ് വരുന്നുണ്ട് കേട്ടോ. 700 കണ്ടില്ല. ബോഡിയിൽ ബാറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, കറക്റ്റ് ബാറൊക്കെ വന്ന് സെറ്റായി നിൽക്കുന്ന ഫിഷാണ്. ഒരൊറ്റ പീസുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സെയിലായി പോയിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്നോട്ട് കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസ് 700. ആർച്ചെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് വാങ്ങിക്കോളൂ കേട്ടോ. ലാസ്റ്റ് പീസ് ബോഡിയിൽ ബാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ, സെറ്റായി നിൽക്കുന്ന ഫിഷാണ്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു 500 രൂപയ്ക്ക് തരാം. ഡെയിലി കട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ആൾക്കില്ല. പീസ് 500 ആണ്. ഇതിന് ഞാൻ കൊടുക്കുക ഉദ്ദേശിക്കുന്ന പ്രൈസ്. ഡെയിലി കട്ടായിട്ടുള്ള മറ്റേതിനെ 700. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളെ, നമുക്കത് കൊറിയറായിട്ട് അയക്കാം കേട്ടോ. പിന്നെ ഉള്ളതാണ് കേട്ടില്ല, നല്ല പീക്കോക്ക് ബാസാണ് കേട്ടോ. പീക്കോക്ക് ബാസ് വെൽ സെറ്റിൽഡ് ആൻഡ് ഗ്രൂംഡ് ആണ്. അതായത് ഫീഡ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, പക്ക സെറ്റിൽഡ് ആയിരുന്ന ഫിഷുകളാണ്. ആകെ ഒരു 4 പീസ് കൊണ്ടുള്ള അത്യാവശ്യം ഉണ്ടായിരുന്നു കയ്യിൽ. ഇത് ഏകദേശം പീസ് റേറ്റ് വരുന്നത് 450 ആണ്. നല്ല സെറ്റായിരുന്ന ഫിഷാണ് കേട്ടോ. അതായത് ക്വാളിറ്റിക്ക് ഒരു കുറവില്ല. പാറ്റേണൊക്കെ ഉണ്ടില്ലേ, നിങ്ങളിപ്പോൾ ഇതിനെ കൊറിയറായിട്ട് വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ കളറും കാര്യങ്ങളൊക്കെ മങ്ങിയിട്ടായിട്ടുണ്ടായിരിക്കുക. പക്ഷേ 2 to 3 ഡേയ്സിൽ അത് സ്റ്റോക്ക് ആയി വരും. അതെല്ലാ വിഷുകളും അങ്ങനെയാണ്. നമ്മൾ ട്രാവലിംഗ് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കളറും കാര്യങ്ങളൊക്കെ മങ്ങൂട്ട, അങ്ങനെ ഒരു പ്രശ്നം. അത് ഒരൊറ്റ വിഷനുള്ളതല്ല, എല്ലാ വിഷനുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിപ്പോൾ ഗപ്പിയാണെങ്കിലും ബെറ്റിയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ഫിൻകട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ആ ട്രാവലിങ്ങിൽ വരുന്ന സ്ട്രെസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാര്യമാക്കേണ്ട. അതൊക്കെ ഒരു ആഴ്ച 2 ആഴ്ചയിലുള്ളിൽ ഫിൻകട്ടും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിക്കവർ ആക്കി തരാൻ പറ്റും. പ്രത്യേകിച്ച് സ്നേക്കേഡ്സിനാണ് ഈ ഫിൻകട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ വരിക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഒരുമിച്ച് കിടക്കല്ലേ, നമുക്കറിയാലോ ഒരുമിച്ചിരുന്നത് അത്ര ശാശ്വതമായിട്ടുള്ള കാര്യമില്ല. മാക്സിമം സിംഗിൾ പീസായിട്ടൊരു ടാങ്കിലാണ് എപ്പോഴും ബെറ്റർ കേട്ടോ. പിന്നെ ഇതാകണ്ടില്ലേ നമ്മുടെ ആൽബിനോ ജൈൻറ്റോരിയമ്മയാണ് കേട്ടോ. ഏകദേശം ഒരു 3 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഏകദേശം നമ്മുടെ കയ്യിൽ പ്രൈസ് വരുന്നത് പീസ് 250 ആണ് കേട്ടോ. നല്ല കണ്ടീഷനും ക്വാളിറ്റി ആയിട്ടുള്ള ഫിഷാണ്. കൊറിയറായിട്ട് പോയിട്ട് 2 ആഴ്ചയായി നമ്മുടെ കയ്യിൽ ടൈറ്റാണ്, എന്നിട്ട് പോലും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അത് ഇതിന് ചെറിയ സൈസ്, ഇതിപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ട് ഒരു 3 ഇഞ്ചൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ 2 പീസ് 3 പീസൊക്കെ വാങ്ങാച്ചുണ്ടെങ്കിൽ അങ്ങോട്ടും കടിപിടി കൂടി ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിടുക. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയിട്ട്. ഈ കാണുന്ന നമ്മുടെ ആൽബിനോ ജൈൻറ്റോരിയമ്മയ്ക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഫിഷാണ് കേട്ടോ, സൂപ്പർ ഫിഷാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം നോക്കാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ സെനഗലാണ് കേട്ടോ. നമ്മൾ ഫിൽറ്റർ ഓഫ് ആക്കിയിട്ടുണ്ട്, സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ. രണ്ടിൽ ഗ്രീൻ സെനഗൽ ഏകദേശം ഒരു 4 to 5 ഇഞ്ച് വരുന്ന സൈസ് തന്നെയാണ്. പീസ് റേറ്റ് വരുന്നത് 350 ആണ് കേട്ടോ. ഗ്രീൻ സെനഗൽ ഓൺലി 350 റുപ്പീസ്. അവനൊക്കെ കാണല്ലോ, ഫോക്കസ് പിടിക്കണില്ല, ഫോക്കസ് ആവ് അതൊക്കെ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഗ്രീൻ സെനഗൽ കുട്ടൻ കേട്ടോ. പീസ് റേറ്റ് 350 ആണ് വരുന്നത്. ഏകദേശം 4 to 5 ഇഞ്ച് സൈസ്. പിന്നെ നമുക്ക് ആരെ സെയിലിനായിട്ടുള്ള ഇവരൊന്നും സെയിൽ ചെയ്യാനുള്ളതല്ല കേട്ടോ. അതൊക്കെ നമ്മളെ പേഴ്സണൽ കീപ്പിങ്ങിലുള്ള സെനഗലാണ്. ഇതൊരു അനിലിച്ചെറി ബിച്ചീറാണ്.
അത് നമ്മുടെ ക്ലൗൺ നൈഫാണ്. ക്ലൗൺ നൈഫുള്ള പൊത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്, അതായത് PVC പൈപ്പിൻ്റെ ഉള്ളിൽ ക്ലൗൺ നൈഫ് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലുള്ള ആൾക്കാരെ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് കൊബാൾട്ട് ബ്ലൂവിനെയാണ് കേട്ടോ. കൊബാൾട്ട് ബ്ലൂ കുഴപ്പമില്ല, അത്യാവശ്യം റയർ എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം ഞാൻ എവിടെയും ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ സെയിലിൽ കണ്ടിട്ടില്ല കൊബാൾട്ട് ബ്ലൂ. കണ്ടില്ല, ഇവനൊന്നും ഞാൻ പിടിച്ച് കാണിക്കില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ട് ഇതിൽ ഏകദേശം ഒരു 10 പീസ് 15 പീസോളം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് കടിപിടി കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഷോ ക്വാളിറ്റി വീഡിയോ എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചു തരാം, അത്ര നമുക്ക് നടക്കുള്ളൂ കേട്ടോ. ഇതാണ് കൊബാൾട്ട് ബ്ലൂ വരുന്നത്. പീസ് റേറ്റ് വരുന്നത് 600 ആണ്. നല്ല കുഴപ്പമില്ലാത്ത പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്ന വിഷയമാണ് കേട്ടോ. മിങ്കിളായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അത് നിങ്ങൾക്ക് അറിയാലോ. സ്നേക്കഡ്സ് ആണ്, അറിയാലോ. അവന്മാരുടെ ക്യാരക്ടർ ഇത്തിരി വൈൽഡാണ്. അപ്പോൾ നമ്മളൊന്ന് മിങ്കിളാക്കി സെറ്റാക്കി കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കണം, ഫിഷിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത്, ബെറ്റല്ല സ്നേക്കഡ്സിനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ നടുക്കിലത്തെ റോയിലുള്ളവരൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതിനെ കാട്ടിയൊന്നുമില്ല, കൊബാൾട്ട് ബ്ലൂവിനെ കാട്ടിത്തന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ്രൗവിനെയാണ് കേട്ടോ. ആൻഡ്രൗ നമുക്കറിയാലോ, ആൾ സീനാണ്. ഈ ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റി സ്നേക്കഡാണ് ആൻഡ്രൗ. ഇതാ കണ്ടില്ലേ, ആൻഡ്രൗഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം പീസ് റേറ്റ് നമ്മുടെ കയ്യിൽ 600 രൂപ വരുന്നുള്ളൂ കേട്ടോ. ആവശ്യക്കാരൻ ഇത് 600 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഈ ഒരാഴ്ചത്തേക്ക് മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എനിക്ക് 700-750 ആക്കാണ്ട് ഒരു രക്ഷയില്ലേ. കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് വിഷ്. ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. പക്ക കണ്ടീഷനായി എടുക്കുന്ന വിഷുകളാണ്. വേണ്ട ഒരെണ്ണത്തിന് പോലും ഡാമേജ് ഒന്നുമില്ല, സെറ്റപ്പ് ആയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 50-50 ചാൻസിന് ഞാൻ മെയിലും ഫീമെയിലും എടുത്ത് തരാനായിട്ട് അതും എനിക്ക് പറ്റും. ഫിക്സഡ് പ്രൈസ് ആണ്, പീസ് 600 ആണ്. അതിന് ആ പ്രൈസിൻ്റെ അടിക്ക് എനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാവില്ല. കാരണം എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്ക് 3 വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീറ്റ ചിലവ്, മെയിൻ്റെനൻസ് കോസ്റ്റ്, എൻ്റെ ഒരുപാട് അധ്വാനം ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞേക്കാം. അത് വേറെ നല്ല നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ നമ്മളത് ചോദിച്ചു അങ്ങനെ വേണം. അതിൽ ബാർഗെയിനും ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് നമ്മൾ പിന്നെ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. പക്ഷേ അല്ലാണ്ടൊക്കെ 1 പീസ് 2 പീസ് 3 പീസൊക്കെ എടുക്കുക വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ലോസായി പോകും. എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ വർക്ക് ഇതാണ്. അപ്പോൾ എൻ്റെ ഫുൾ ടൈം എൻ്റെ ഹോൾ ലൈഫ് ഇപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലാണ്. അപ്പോൾ അതിൽ ഞാൻ ഡിസ്കൗണ്ട് കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ചോദിച്ചിട്ട് ഫ്രീ ആയിട്ടൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കേണ്ടത്. അതാണ് മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഞാൻ സെറ്റിൽഡ് ആയിട്ടുള്ള ഫിഷ് ഹോളിനെ കാട്ടിത്തരാം. എന്താ കണ്ടില്ലേ, തമ്പി ഇപ്പോഴാണ് ആൾക്കൊന്ന് ചാർജ് വന്നത്. ഇത് നമ്മുടെ റെയിൻബോ ബ്ലഹറിയാണ് കേട്ടോ. ഇത് നല്ല കടിയാണ്ട് കടിക്കുന്നത് ഗൈസ്. ഇട്ടൊന്നേ സെറ്റിലായിട്ടുള്ള ഫിഷാണ്. അതായത് ഇതേപോലെ ഇണങ്ങണമെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ അടുത്ത് നമ്മൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ ഇതിലേക്ക് കൈയിടാൻ പയ്യ നല്ല കടിക്കും. ഞാൻ ജസ്റ്റ് ചാറിന് കട്ടിത്തരാം. ചാറ വേണ്ടയ്ക്ക് പേടിയാണ്ട ഗൈസ്, നല്ല കടി കടിക്കുക. പണ്ട് ചെറുപ്പത്തിൽ കുഴപ്പമില്ല, ഈ ഫിഷ് കണ്ടില്ലേ ചെറുതാണ്, ഇതിൻ്റെ നിന്ന് കടി കിട്ടുമ്പോൾ വലിയ പ്രശ്നം. പക്ഷേ ഇതിൻ്റെ നിന്ന് കടി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ പൊളിയും. ആൾക്ക് ചെറിയ ബെൻഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആൾ പക്കാ സെറ്റിൽഡാണ്, ആക്റ്റീവാണ്. കണ്ടാ, എനിക്ക് പേടിയാണ് ഗൈസ്, സത്യം പറയാം. നല്ല വേദന എടുക്കും കൈ. അതുകൊണ്ട് ഞാനത് വലിയ രീതിക്ക് ട്രൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ലക്കിനൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ലക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെയറായി കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ഞാനൊരാൾക്കും പെയർ സെയിൽ കറക്റ്റ് കൺഫേം പെയറായിട്ട് ബ്രീഡ് ആവുമെന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. ഇത് റെയിൻബോ ബ്ലഹറിയാണ് കേട്ടോ. ഒരു പെയർ, കറക്റ്റ് ഒരു പെയർ റെയിൻബോ ബ്ലഹറി. ഈ കാണുന്നത് മെയില്, ഈ കാണുന്നത് ഫീമെയിൽ. അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പെയറാണ്, അല്ലെങ്കിൽ ഇവന്മാർ കടിപിടി കൂടുന്ന സമയമൊക്കെ കഴിഞ്ഞു ഉറപ്പാണ്. ഇവന്മാരെ അതായത് ഡ്വാർഫുകളിനൊക്കെ നമുക്ക്, അതായത് സ്നേക്കേഡ്സ് മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണിയുള്ള കേസല്ലെങ്കിലും നമുക്ക് തെറ്റിപ്പോവും മെയിലും ഫീമെയിലും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് നോക്കിയതാണ്. കുഴപ്പമില്ല, ഇവന്മാർ പെയറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കടിപിടിയും കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല എടുക്കണത് സെറ്റപ്പായിട്ട് തന്നെ എടുക്കുന്നുണ്ട് റെയിൻബോ ബ്ലഹറിയുടെ ഈ കാണുന്ന പെയർ. ഇനി തൊട്ടപ്പുറത്തേക്ക് പോവാച്ചുണ്ടെങ്കിൽ ഇത് ചോക്ലേറ്റ് ബ്ലഹറിയാണ്. വന്നറ തമ്പി വരുന്നു. കണ്ടാ സെറ്റിലായിട്ടുള്ള ഫിഷാണ്. കണ്ടാ, ഇത് ചോക്ലേറ്റ് ബ്ലഹറിയാണ് കേട്ടോ. റയറായിട്ടുള്ള ഐറ്റാണ്. ആ ഡെയിൽ അങ്ങനെ ഉണ്ടാവില്ല സെയിലിൽ. അത് കോൺഫിഡൻറ്റോട് പറയണതല്ല, ഇല്ലാത്ത അത് ശരിക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ചോക്ലേറ്റ് ബ്ലഹറിയാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ മറന്നില്ല. ചോക്ലേറ്റ് ബ്ലഹറിയുടെ പ്രൈസ് വരുന്നത് 1500, റെയിൻബോ ബ്ലഹറിയുടെ പ്രൈസ് വരുന്നത് 1300 കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മുടെ പേഴ്സണൽ കീപ്പിങ്ങിലുള്ള സ്റ്റുവട്ടി. ഇവൻ താങ്ങില്ല ഇങ്ങനെ ഒതുങ്ങി കൂടി എടുക്കുന്നത്. ഇവനും സെറ്റപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കുറച്ച് ടൈം എന്തായാലും എടുക്കും. അതേപോലെ തന്നെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. ഇതാകണ്ടില്ലേ, നമ്മുടെ റെയിൻബോ ബ്ലഹറിയാണ്. ഇവനും അതെ പക്ക സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വേറെയാണ് കേട്ടോ ഗൈസ്. കണ്ട, ഇതിൻ്റെ പ്രൈസൊക്കെ വേറെയാണ്. ഇവനെ നമ്മൾ വേറൊരു പ്രൈസിനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ അത്യാവശ്യം ഒരു 2 മാസം പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന കോളത്തിൽ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രീമിയം കാറ്റഗറിയിൽ എടുക്കുന്ന ഫിഷാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന എൻ്റെ ഈ സെറ്റപ്പും കാര്യങ്ങളും നോക്കണ്ട. ഫിഷിൻ്റെ ക്വാളിറ്റിക്ക് സെറ്റപ്പ് മാറ്ററല്ല. വലിയ കടയും കാര്യങ്ങളൊന്നും തുറന്നു വെച്ചിട്ട് കാര്യമില്ല. ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുക തന്നെ വേണം, അല്ലാണ്ട് നോ എക്സ്ട്രാ. അപ്പോൾ ഞാൻ അത്യാവശ്യം പണിയെടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള റെയിൻബോ ബ്ലഹറിയാണ് ഈ കാണുന്നത്. ലൈറ്റിൻ്റെ ചെറിയ ഭാവമുണ്ട് ഇവിടെ.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവൻ്റെ കറക്റ്റ് കളറും കാര്യങ്ങളും കിട്ടാത്തത് കേട്ടോ. തമ്പി ഒന്ന് തിരിഞ്ഞാൽ നോക്കട്ടെ, കണ്ട പക്ക റെയിൻബോ ബ്ലഹരിയാണ്, സെയിലായിട്ടുള്ളതാണ് കേട്ടത്. അതേപോലെ തന്നെ നമ്മൾ പേഴ്സണൽ കീപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു അണ്ടറാവിനോട് സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. അവൻ ഞാൻ കാട്ടിത്തരാം, ദയ കൊടുക്കുന്ന അണ്ടറാവും കണ്ടു. ഒറ്റയ്ക്ക് കുറച്ച് ദിവസം ഒന്ന് മാറ്റിയിട്ടപ്പോഴേക്കും അവൻ്റെ കളറും ക്വാളിറ്റിയൊക്കെ മാറിയത് കണ്ടില്ലേ, പക്ക ഫിൻ ക്വാളിറ്റി പക്ക കളറായിട്ടുണ്ട് കേട്ടോ. അവൻ ജസ്റ്റ് കണ്ട നമ്മളായിട്ട് മിങ്കിളായി തുടങ്ങിയിട്ടുണ്ട് ആള് ആൻഡ്രാവു. കണ്ടാ ഹായ് ആൻഡ്രാവു മോനെ, കണ്ടാ ആൻഡ്രാവു കണ്ടത്. ഇവൻ നമ്മുടെ ഇവിടെ പേഴ്സണൽ കീപ്പിംഗ് നിർത്താനുള്ളതാണ്. കടിക്ക് ചെല്ലം കണ്ടാ. ഇപ്പോൾ ഫിഷ് ഷോളിന് ഇതേപോലെയാണ് നമ്മൾ മെരിക്കെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് അവരായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളായിട്ട് മിങ്കിളായി വരും. പെട്ടെന്ന് ഈ ഗപ്പിയും പറ്റിയൊക്കെ മിങ്കിളാവണ പോലെ എന്താ പറയുക, ഈ ഫിഷ് മിങ്കിളാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല ഗൈസ്, ഇത്തിരി പണിയുള്ള കേസാണ്. പിന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരോണേനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ അരോണകളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ലാസ്റ്റ് 1-2 പീസ് വയ്ക്കാൻ പോകുമ്പോൾ രണ്ടുകൊണ്ട് അടിപിടി തുടങ്ങും. അങ്ങനെ അടിപിടി തുടങ്ങിയിട്ടുള്ള അടിപിടി കൂടിയിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ളൊരു അരോണയായിരുന്നു. ഇപ്പോൾ അവൻ റിക്കവേർഡ് ആയിട്ടുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ കുഞ്ഞിനൊരു അരോണയാണ്. ഫോക്സ് പിടിക്കുന്നുണ്ട് കണ്ട. കുഞ്ഞിനൊരു അരോണയാണ്, ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് അത്രയ്ക്ക് സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ഇതവിടെ കിടക്കുന്നത്. ഇവനെ സെയിൽ ചെയ്യാനായിട്ട് എനിക്കൊരു ആഗ്രഹമില്ല, കാരണം ഒന്ന് വലുതാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് ഇത്. എന്തായാലും അവൻ അവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വിഷയമുള്ള ഞാൻ കാട്ടി തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഗോൾഡൻ ബ്ലൂ പിൾച്ചറുകൾ അടി 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 കണ്ടാ. ഉമ്മാരെ അടിപിടി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം അഡൾട്ട്ഹുഡിലേക്ക് എത്തി. നല്ല സൈസ് ഉണ്ട് കേട്ടോ ഗൈസ്, നല്ല സൈസ് ഉണ്ട്, ഒരു 4 to 5 ഇഞ്ച് സൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് വേഗം തന്നെ ഞാൻ അയച്ചു തരാം കേട്ടോ. അവന്മാരെല്ലാവരും കൂടി നമുക്ക് വരുത്താട്ടിട്ട് വാ 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 വാടാ 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 വാടാ. ഇത് നിങ്ങൾ ഏത് വെറൈറ്റി മീനാന്ന് ചോദിക്കേണ്ട കേട്ടോ. ഇത് പാടത്തുനിന്ന് കിട്ടിയിട്ടുള്ള മറ്റേ നാടൻ ഫൈറ്റർ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ മുന്നത്തെ വീഡിയോകളിൽ. ആ സാധനമാണ് ഇവർക്ക് തിന്നാട്ട് കൊടുത്തിട്ട് അവർ വരുന്നിട്ടില്ല. വേണ്ട ഗോൾഡൻ ബ്ലൂ പുൾച്ചറേ മിങ്കിളായിട്ടുള്ള വിഷയമാണ്. അതായത് ഞാനൊരു 2 ദിവസം ടാങ്കിലിട്ട് ഗ്രൂം ചെയ്യുന്ന പോലെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 1500-2000 ആ പ്രൈസൊക്കെ കയറ്റി വിൽക്കാം. അതിനുള്ള മുതലുണ്ട് ഇത്. അപ്പോൾ 950 രൂപയ്ക്ക് എങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ലാഭമാണ്, കാരണം കറ കളഞ്ഞ് എല്ലാം സേഫായി എടുക്കുന്ന വിഷയങ്ങളാണ്. ആവശ്യക്കാർ വാങ്ങിക്കോളെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കുറച്ച് പീസും കൂടെ ഉള്ളൂ, ഒരു 8 പീസോ എത്ര കൂടെയാണ് നമുക്ക് ഇനി സ്റ്റോക്ക് ഉള്ളത് അതിൽ. പിന്നെ നമുക്ക് ഏത് കാട്ടിയല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ അയക്കാൻ പറ്റാത്ത കുറച്ച് വിഷയങ്ങൾ നമുക്ക് വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊറിയർ അയക്കില്ലത്, അത് മടുപ്പാണ്. കൊറിയർ അയക്കുന്ന സമയത്ത് നമുക്ക് നല്ല പണി കിട്ടുന്നുണ്ട്. അതിനെ കാട്ടിത്തരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ പോളാർ ബ്ലൂ പാരറ്റ്, വൈറ്റ് പാരറ്റ് ബ്രീഡായിട്ട് കുട്ടികളായിട്ട് അവിടെ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ കുട്ടികളവരുടെ ക്ലിയർ ആയിട്ട് കാണുമോ എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇവന്മാർ നമ്മളായിട്ട് വലിയ മിങ്കിളൊന്നുമില്ല, കാരണം ഇതിൽ ബ്രീഡായതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. കണ്ടില്ലേ കുട്ടികൾ അത്യാവശ്യം കിട്ടിയില്ലേ, ഒരു 10-50 ക്വാണ്ടിറ്റി കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ പോളാർ വൈറ്റ് ബ്രീഡായിട്ടുണ്ടായ കുട്ടികളാണ്. നല്ല രസമാണ് കേട്ടോ ഗൈസ്. അവന്മാരുടെ ആക്ടിവിറ്റി അവന്മാരെ കാണാനൊക്കെ ആയിട്ട്. അവന്മാരവിടെ കിടക്കട്ടെ, ശല്യപ്പെടുത്തണ്ട. അവർ പേരൻസ് എടുത്തിട്ട് പെഗ് ചെയ്തിട്ടുണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആ ടാങ്കിൽ തന്നെ. അവന്മാരോട് കിടക്കട്ടെ. കണ്ടില്ലേ ഈ കാണുന്നതാണ് നമ്മുടെ പോളാർ വൈറ്റ്. ഇവരെ നമുക്ക് കൊറിയർ അയച്ചു തരാം. പക്ഷേ എന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈവ് ഗ്യാരൻറ്റി അങ്ങോട്ടും തരാനായിട്ട് പറ്റില്ല. കസ്റ്റമർ റിസ്കിൽ വേണമെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് പറ്റും. അതായത് 10 പീസ് എടുക്കാച്ചുണ്ടെങ്കിൽ ഇൻക്ലൂഡ് കൊറിയർ നമ്മൾ 450 കൊടുത്തു തുറന്നത്. ഇൻക്ലൂഡിങ് കൊറിയർ നമുക്ക് 400 രൂപയാണ് 10 പീസിന് വരുന്നുള്ളൂ. 400 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ 10 പീസ്. പക്ഷേ നമുക്ക് ലൈവ് ഗ്യാരൻറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ലൈവ് ഗ്യാരൻറ്റി, റീപ്ലേസ്മെൻറ്റ്, റീഫണ്ട് അതൊന്നും പോളാർ പാറ്റിന് തരാനായിട്ട് പറ്റില്ല. ആവശ്യക്കാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങാച്ചെങ്കിൽ അങ്ങനെ വാങ്ങിക്കോ. നമ്മുടെ സ്ഥലം തൃശ്ശൂർ പേരാമംഗലത്താണ് വരുന്നത്. ഇത് കണ്ടില്ലേ ഈ കാണുന്ന നമ്മുടെ പോളാർ പാറ്റുകൾ വരുന്നത് അടിപൊളി. പിന്നുള്ളത് ഏഞ്ചൽസ് ആണ് കേട്ടോ. ഇവിടെ ഏഞ്ചൽസ് നമുക്ക് ഈ പറഞ്ഞ പോലെ കൊടുക്കാനായിട്ട് തോന്നുന്നില്ല. ഇവന്മാർ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ ഈ ടാങ്കിൽ നമ്മുടെ ചെക്കൻ എടുക്കേണ്ടത്, അതായത് നമ്മുടെ മോട്ട് ഗൗരാമി അൺഫോർച്ചുനേറ്റ്ലി മിസ്സായി പോയി. പണ്ട് കാര്യമില്ല വിധി. ഇത് പുതിയൊരു ജൈൻ്റ് ഗൗരാമി ഞാൻ സെറ്റാക്കി കൊണ്ടുവരുന്നതാണ്. ആൾ അത്യാവശ്യം സൈസ് അതിൻ്റെ ആൾക്ക് കൂട്ടായിട്ട് തിലാപ്പിയും കിട്ടി ടാങ്കിൽ. ഇവർ തമ്മിൽ എന്താണെന്ന് അറിയുന്നത് എല്ലാം പൂലിയ. സാധാരണ ഏത് വിഷ്ണിട്ടാലും ഓസ്കാറിനൊക്കെ കടിച്ചു പൊളിക്കണ ജൈൻ്റ് ഗൗരാമീനാണ് ഈ കാണുന്നത്. ഇത് ഒരു കുഴപ്പമില്ല, ഇവർ രണ്ടാളും സ്വന്തം കൂട്ടുകാരുടെ പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കുഴപ്പമില്ല, അവന്മാരെ അങ്ങോട്ടും കിട്ടും. നമ്മുടെ ഈ കാണുന്നത് ജൈൻ്റ് ഗൗരാമിയും ആ കാണുന്നത് തിലാപ്പിയും സെറ്റാണ് അവന്മാർ. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഗായ്സ് ഈ പോണ്ട് സെറ്റാക്കിയിട്ട് ഞാൻ വേറൊരു രീതിക്ക് ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ മുട്ടനൊരു പണി കിട്ടി, വേറെ ഒന്നുമല്ല. ഇതിൽ വന്നിട്ട് തവള മുട്ടിട്ട് നിറച്ച് തവള കുട്ടികളാണ് ഗൈസ്. ഞാൻ കെട്ടിത്തരാൻ കണ്ടില്ലേ, ഓടി നടക്കണ്ടാവില്ലേ. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്, കാരണം ഞാൻ തീറ്റൊന്നും കൊടുക്കാറൊന്നുമില്ല. രക്ഷപ്പെട്ട് പോണത് കോട്ടയം എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം ഉണ്ട്. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ മേക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കാണാനായിട്ടില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട്. അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ പിടിച്ച് ചിലപ്പോൾ തവളപ്പൊട്ടുകളിനെ തിന്നണ സാഹചര്യം ഉണ്ടായിരിക്കാം, അറിയില്ല. അത്യാവശ്യം ഉണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ആരാപ്പയ്മയുടെ ടാങ്കിലത്തെ വാട്ടർ ഇത്തിരി കലിങ്ങെടുക്കുകയാണ്, അതാണ് ഞാൻ കാട്ടിത്തരേണ്ടിരുന്നത്. അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഈ പോണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. പക്ഷേ വയ്യ, പറഞ്ഞ പോലെ വണ്ടിക്ക് പണി, കുറച്ച് ഹോസ്പിറ്റൽ കേസ് എല്ലാം കൂടി ആകെ വയ്യാണ്ടായി.
പിന്നെ വീണ്ടും ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. പിന്നെ ഇതിലോട്ട് നമ്മുടെ ഓസ്കാർ മച്ചാനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓസ്കാർ മച്ചാൻ എന്താ കണ്ടില്ലേ പൂരിടാവാട്. പിന്നെ അത് കൈമടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈ പൊളി കിട്ടും, ഉറപ്പാണ്. നല്ല കടിയടിക്കും. ചിലപ്പോൾ ചാടാണ്ടിരിക്കാനാണ് എനിക്കും ഇഷ്ടം. ചാടൽ തുടങ്ങി കഴിഞ്ഞാൽ ടാങ്കിൽ ചാടിപ്പും കണ്ടില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ചില ഫിഷുകൾ ആ ടാങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ ചാടില്ല. പ്രത്യേകിച്ച് ഓസ്കാർ, ബാസ്, ജൈൻറ്റ് ഊരാമി ചാടുന്ന ഫിഷുകളാണ്. പക്ഷേ ടാങ്കായിട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ചാടില്ല. നമ്മുടെ ഓസ്കാർ കൂട്ടം കണ്ടില്ലേ, ഒരു ചാട്ടൂല, ഒന്നും ഇവനെ കൊടുക്കാനുള്ളതൊന്നുമല്ല കേട്ടാ. കൈ ടപ്പ കടിക്കാൻ അങ്ങനത്തെ മുതലാണ്. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ഇതിലുള്ള നമ്മുടെ പുലിവാഹ നിങ്ങളായി വരുന്നില്ല. അവൻ ആ ടാങ്ക് മാറ്റിയ പിന്നെ ആൾക്കൊരു ഇതാണ് കണ്ട, ആൾക്ക് കൊടുത്തിട്ടുള്ള ഫുഡൊക്കെ അതേപോലെ തന്നെ കിടക്കുകയാണ്, അതിൽ കഴിക്കുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ആൾക്കൊരു വാട്ടർ ചേഞ്ചിങ് ആൾക്ക് കൊടുത്തൊന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ നമ്മൾ MC-യിലൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി വെച്ച ടാങ്കാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഫുൾ MC-യിലാണ്. പക്ഷെ എന്നിട്ട് പോലും എവിടെയാണ് ലീക്ക് എന്നുള്ളതൊരു പിടുത്തം കിട്ടണില്ല. നമുക്ക് അച്ഛനെങ്കിലത്തെ ലീക്കൊക്കെ അടച്ചിട്ട് എന്താ പറയുക, പുതിയ മീനോട് ഇടും വേണം. അതായത് ഏതെങ്കിലും ഒരു സ്നേക്ക് ഹെഡിനെ എന്തെങ്കിലുമൊക്കെ ഇടണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പുലിവാഹ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കേസ് പറയാം, മൈക്രോ പെല്ലറ്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നും ഞാൻ എന്താണ് പേഴ്സണൽ കീപ്പ് ചെയ്യാത്തതെന്നുള്ള കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഓവറായിട്ട് സൈസായി പോകുന്ന മീനുകളിൽ അരാപ്പയ്മേനെ മാത്രം ഇഷ്ടമുള്ളൂ. ബാക്കിയൊരു ഫിഷുകളും എനിക്കിഷ്ടമില്ല. ബാക്കിയൊക്കെ എനിക്കിഷ്ടം അധികം വലുതാവാത്ത ടൈപ്പ് ഫിഷുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്നേക്ക് ഹെഡ്സിനെ സെയിൽ ചെയ്യാനാണെങ്കിലും കീപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഡ്വാർഫുകളിന് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് മിങ്കിളായി കിട്ടും, പെട്ടെന്ന് അതായത് അതിൻ്റെ മാക്സിമം സൈസ് 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ പെട്ടെന്ന് റീച്ചായി കിട്ടും. കളേഴ്സും പെട്ടെന്ന് പോപ്പാവും. റെഡ് മറു, യെല്ലോ സാൻഡർ, മൈക്രോ പെല്ലറ്റ്സ് അതൊക്കെ ഓവറായിട്ട് സൈസായി പോകുന്ന ഫിഷുകളാണ്. എനിക്കൊന്നും താല്പര്യമില്ല. അത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് വലുതാവുന്ന ഫിഷുകളാണ് ഇഷ്ടം, ചിലർക്ക് ചെറിയധികം സൈസില്ലാത്ത ഫിഷുകളാണ് ഇഷ്ടം. എനിക്കാകെ വലുതാവുന്ന ഫിഷുകളിൽ ഇഷ്ടമുള്ളത് അരാപ്പയ്മേനെ മാത്രമാണ്. ബാക്കിയുള്ള ഫിഷുകളൊന്നും എനിക്ക് വളർത്തിയിട്ടുണ്ട്. ഞാൻ മൈക്രോ പെല്ലറ്റൊക്കെ ഒരു 1 ഫീറ്റ് 1.5 ഫീറ്റ് ആ റേഞ്ചിക്കൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴേക്കും ഞാൻ കൊടുക്കും അതിനെ. എനിക്കെന്തോ ഒരു ഇഷ്ടം ഇല്ലാണ്ടല്ല, എന്തോ ഇതില്ല. അരോണൊക്കെ കണ്ടില്ല, അല്ലെങ്കിൽ ഒരെണ്ണം 2 ഫീറ്റ് പ്ലസ് ആയി, ഒരെണ്ണം 1.5 ഫീറ്റ് ആയി, രണ്ടിനും ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അരോണാണ് ഞാൻ ഇടുന്നുണ്ട്. അതൊരു 1 ഫീറ്റ് 1.5 ഫീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സെയിൽ ചെയ്യും. എന്തായാലും കുഴപ്പമില്ല, എടുക്കട്ടെ, ഒരു രസം അത്രേ ഉള്ളൂ. ഈ ഡ്വാർഫുകളിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് മാത്രമല്ല, അല്ലാണ്ട് വേറൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫിഷ് എടുക്കുന്നുണ്ട്. ടാങ്കിൻ്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട, ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇട്ടാലാണ് ആ ഫിഷ് സർവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവനെ ഇന്ന് മാറ്റിയിട്ട് ഇവന് ഇഷ്ടമുള്ള ഈ ടാങ്കിൽ എടുക്കുന്ന മീനുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് കൊടുക്കണം. എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് കാട്ടിത്തരാട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. കുറേ കാലത്തിന് ശേഷം ഇട്ടുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ്. എല്ലാവർക്കും ബൈ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പട്ടിക്കുട്ടികളുണ്ടായിരുന്നില്ലേ, ബീഗിളിൻ്റെ പപ്പാളി പട്ടിക്കുട്ടികൾ, അതിൻ്റെ 2 ബാക്കിയുള്ളൂ. അതിൽ ഇവൻ നമുക്കോട് നിർത്താനുള്ളതാണ്. ഇവൻ്റെ പേര് ഡൈപ്പ്. ഇവളുടെ പേരിട്ടിട്ടൊന്നുമില്ല, ഇവളെ സെയിൽ ചെയ്യാനുള്ളതാണ്. ഇതൊരു ഫീമെയിലാണ്, പപ്പിയാണ് കേട്ടോ. ഇതിന് സെയിൽ ചെയ്യാനായിട്ടുള്ളതാണ്. നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെയുള്ള പറ്റി എന്താണെങ്കിലും കോളറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അവനെ കൊടുക്കാനുള്ളതല്ല, അവനോട് നിർത്താനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെക്കനാണ്. അതേപോലെ തന്നെ നമ്മുടെ കസിൻ ആദി വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.